എന്തൊക്കെ ആവശ്യമാണെങ്കിലും അവർ വീണ്ടും നമ്മുടെ കടയിലോട്ട് വരാനുള്ളൊരു ചാൻസ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊരു ജ്വല്ലറി ബിസിനസ് നടത്തുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഒരു ജ്വല്ലറി ഓണർ എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് സ്വർണം വിൽക്കുക, ഡയമണ്ട് വിൽക്കുക, സിൽവർ വിൽക്കുക, ഓൾഡ് ഗോൾഡ് വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ ഞങ്ങൾ പറയുന്നത് നമുക്കൊരു മിനിമം ഒരു 30 സർവീസെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലെ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മെത്തേഡുകൾ ഉണ്ട്. നിങ്ങളുടെ ജ്വല്ലറിയിൽ എത്ര ടൈപ്പ് ഓഫ് സർവീസ് കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പം ഞങ്ങൾ ഈ TGN അക്കാദമിയിൽ കൂടെ ഞങ്ങൾ ജ്വല്ലറി ഓണേഴ്സിനെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജ്വല്ലറിയിൽ എത്ര ടൈപ്പ് ഓഫ് സർവീസുകൾ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ കടയിൽ കസ്റ്റമർ വരുന്നുണ്ടാവും, ചിലപ്പം ചെറിയൊരു ആവശ്യത്തിനായിരിക്കും വരുന്നുണ്ടാവുക. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഭരണത്തിൻ്റെ ഒരു സ്റ്റോൺ, ഒരു കല്ല് ഇളകിപ്പോയി എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരിക. നമ്മളപ്പം എന്ത് ചെയ്യും, ആ ആഭരണങ്ങൾ മാറ്റി പുതിയൊരു ആഭരണം കൊടുക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക സാധാരണയായിട്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ആ സ്റ്റോൺ മാറ്റി അവർക്ക് പുതിയ സ്റ്റോൺ വെച്ചിട്ട് എക്സ്ട്രാ ഒരു സർവീസായിട്ട് ആ ആഭരണത്തെ ഒന്ന് പോളിഷിങ് കൂടി ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സർവീസ് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അവരിലുണ്ടാകുന്ന ഒരു സന്തോഷവും ഹാപ്പിനെസ്സും വേറെയായിരിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ആ കസ്റ്റമറെ ഭാവിയിലും നമ്മുടെ ഒരു കസ്റ്റമറായി മാറാനും അത് നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറായി നമുക്ക് മാറാനുള്ള വലിയൊരു ചാൻസ് ഈ ഒരു സർവീസ് കൂടെ നമുക്ക് കിട്ടും.